തിരുവനന്തപുരം നഗരസഭയിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ ഒന്നെത്തണം. തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് നിർണായകമായ കൗൺസിൽ യോഗം ചേരാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകളിലൂടെ നേരിട്ട് പ്രേക്ഷകരുടെ മുൻപിലേക്ക് ഓരോ ദിവസവും എത്തിക്കുന്നുണ്ട്. ഈ കൗൺസിൽ ചേരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ കാപ്പ കേസ് പ്രതിയായ കൊടും ക്രിമിനലായ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ സംരക്ഷിക്കാൻ BJP ഭരണം നടത്തുന്ന ഇടപെടലുകളെ കുറിച്ച് തന്നെയാണ് ഇന്ന് അതിൽ പ്രധാനപ്പെട്ട ചർച്ചയായി എത്തുക. ഈ കൗൺസിൽ യോഗം ഇത്രയും വൈകിപ്പിച്ചത് തന്നെ ഈ പറയുന്ന സുഗതനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ കൗൺസിൽ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം തിരുത്തിയിട്ടുണ്ട് എന്ന ആക്ഷേപമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ഷീജ ഒരിക്കൽ കൂടി എന്നോടൊപ്പം ചേരുന്നു. ഷീജ, ഇതാ വലിയ വിവാദങ്ങൾക്ക് ശേഷം, തർക്കങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിൽ ഇന്ന് ചേരാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം, ആ കൗൺസിൽ ചേരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കാത്തിരിക്കുകയാണ്. നഗരം ആകെ താറുമാറായി കിടക്കുന്ന സാഹചര്യം, മാലിന്യ പ്രശ്നമായിക്കോട്ടെ, മഴക്കാലപൂർവ്വ ശുചീകരണമായിക്കോട്ടെ, പകർച്ചവ്യാധി ആയിക്കോട്ടെ, അതൊക്കെ അങ്ങനെ നിൽക്കുന്നു. ജനങ്ങളെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഈ ക്രിമിനൽ കേസ് പ്രതിയായ ഈ സുഗതനുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ. പക്ഷേ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഷീജ, 3.5 മണിക്കൂറാണ് കൗൺസിൽ യോഗം ചേരുന്നത്. 501 അജണ്ടയാണ് ആ കൗൺസിൽ യോഗത്തിൽ മേയർ വച്ചിരിക്കുന്നത്. അതായത് ഒരിക്കലും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അതൊരു വലിയ ചർച്ചയായി മാറരുത് എന്നതാണ് ഉദ്ദേശം. 3.5 മണിക്കൂറിൽ അല്ലെങ്കിൽ എങ്ങനെ ഈ 501 ഇനങ്ങൾ ചർച്ച ചെയ്യും? തീർച്ചയായും മനു, ഏതായാലും തിരുവനന്തപുരം നഗരസഭയിൽ ഇന്ന് ചേരുന്ന കൗൺസിൽ യോഗം ഉച്ചയ്ക്ക് 2:30 കൗൺസിൽ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ ആ കൗൺസിൽ യോഗത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഇത്രത്തോളം വിഷയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള അജണ്ടയാണ് എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു അജണ്ട കൊണ്ടുവരാനുള്ള കാരണം തന്നെ ഒരു കാരണവശാലും സുഗതൻ വിഷയം ഈ കൗൺസിൽ യോഗത്തിൽ ചർച്ചയാകാൻ പാടില്ല. സുഗതൻ വിഷയം ഉന്നയിക്കുന്നതിന് മുൻപ് ഈ അജണ്ടകൾ പൂർണ്ണമായും എടുക്കണം. ആ അജണ്ടകൾക്ക് ശേഷം വിഷയത്തിനുള്ള സമയം അനുവദിക്കാം എന്നുള്ളൊരു നിലപാടായിരിക്കും സ്വാഭാവികമായും മേയർ VV രാജേഷ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ സ്വീകരിക്കുക. പക്ഷേ ഈ കൗൺസിൽ യോഗം ആരംഭിക്കുമ്പോൾ തന്നെ സുഗതൻ വിഷയത്തിലൂന്നി ഈ സഭയിൽ ഈ കൗൺസിലിൽ വിഷയം ഉയർത്തുക എന്നുള്ളത് തന്നെയാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ വിഷയത്തിലൂന്നി LDFന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ നഗരസഭയ്ക്കുള്ളിലും നഗരസഭയ്ക്ക് പുറത്ത് ഇവിടെ അനിശ്ചിതകാല സത്യാഗ്രഹം അടക്കം LDFന്റേത് പുരോഗമിക്കുന്ന ഒരു ഘട്ടമാണ്. ഇന്നിപ്പോൾ അനിശ്ചിതകാല സത്യാഗ്രഹം 5ാം ദിനത്തിലേക്ക് എത്തുന്നൊരു ഘട്ടം കൂടിയാണ്. ഏതായാലും ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉയർത്തി തന്നെ മുന്നോട്ട് പോകുക. കാരണം കഴിഞ്ഞ ഈ കൗൺസിൽ യോഗം കൂടി ചേർത്ത് ഈ 3ാമത്തെ കൗൺസിൽ യോഗം സുഗതൻ പങ്കെടുക്കാത്തത് ചേരാൻ പോകുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ കൂടി പങ്കെടുത്തില്ലെങ്കിൽ സുഗതനെ അയോഗ്യനാക്കാൻ സാധിക്കും. പക്ഷേ BJP കളിക്കുന്ന ഒരു കളി, അതായത് മേയറും കൂട്ടരും നടത്തുന്ന ഒരു നീക്കം എന്ന് പറയുന്നത് 4ാം മാസത്തിൽ ചേർന്ന കൗൺസിൽ യോഗത്തിന്റെ ഹാജർ ബുക്കിൽ തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ട്. സുഗതന്റെ ഒപ്പൊക്കെ ഇട്ട് ആ രീതിയിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെയാണ് കൂടുതൽ പ്രതിഷേധം LDF ഉയർത്തുന്നതും തദ്ദേശ വകുപ്പിനടക്കം പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള അനുനയത്തിലും നിൽക്കേണ്ടതില്ല. സുഗതനെ പുറത്താക്കുക. കാരണം കാപ്പ കേസ് പ്രതിയാണ് ഈ വാഴകൊട്ടുകോണം കൗൺസിലർ എന്ന് പറയുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി. അങ്ങനെയുള്ള ഒരാളെ കൗൺസിലറായി ഇരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കൗൺസിലറെ സംരക്ഷിക്കുന്ന മേയർ രാജിവെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. മറ്റ് പ്രശ്നങ്ങളിലേക്ക് കടക്കുകയാണെങ്കിലും മേയർക്ക് തിരിച്ചടി തന്നെയാണ്. കാരണം നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് വെച്ചിരുന്ന 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് തെരുവുനായ വിഷയം, അതോടൊപ്പം തന്നെ മാലിന്യ പ്രശ്നം, കൂടാതെ ഈ പകർച്ചവ്യാധി പ്രതിരോധം. ഈ 3ലും നഗരസഭ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് കടന്നാലും നഗരസഭ മേയർക്കും BJPക്കും അത് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ട് ആ വിഷയങ്ങളിലേക്കൊന്നും കടക്കാതിരിക്കാനുള്ള ഒരു നീക്കം അത് തന്നെയായിരിക്കും പ്രധാനമായും മേയർ സ്വീകരിക്കുക എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടതില്ല. വിഷയം കൗൺസിലിൽ കൃത്യമായി ഉന്നയിക്കുക എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു തന്നെയാണ് LDF.